ഹലോ, തേച്ചാൽ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണിത്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബീട്രൂട്ടാണ് കേട്ടോ. ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഏറ്റവും ചെറിയ ഒരു ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്. ഇല്ലയെന്നാണെങ്കിൽ ഒരു മീഡിയം സൈസിൻ്റെ പകുതി എടുത്താലും മതി. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ചിരകിയെടുക്കുക. ഇനി ഇതുപോലെ ചിരകുന്ന സാധനം നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും മിക്സിയുടെ ചെറിയ ജാറുണ്ടാവുമല്ലോ, ആ ചെറിയ ജാറിൽ ഇത് വളരെ കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് ആ ബീട്രൂട്ട് മാത്രം ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ കൂടെ അതിൻ്റെ നീര് പിഴിഞ്ഞ് എടുക്കുക. അങ്ങനെ ചെയ്യാം. ഇതുണ്ട് എന്നുള്ളവർ ഉറപ്പായിട്ടും ഇതിനെ കൊണ്ട് തന്നെ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ ബീട്രൂട്ടിൻ്റെ നീര് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് കാണിക്കുന്നത്. ഇനി ഇത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവണമെന്നില്ല, ഇല്ലാത്തവർക്കാണ് ഞാൻ ആ മിക്സിയുടെ ജാറിൻ്റെ കാര്യം പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്ര ബീട്രൂട്ടാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സൈസുള്ള ബീട്രൂട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു നീര് ഫുള്ള് നമുക്ക് വേണം. ഇനി വലിയ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ പകുതി മാത്രം മതി. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് കിട്ടുന്ന രൂപത്തിന് നിങ്ങൾ ബീട്രൂട്ട് ചിരകിയെടുക്കുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചിരകി എടുത്തത് കൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞാനിതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ജ്യൂസ് കിട്ടുന്നുണ്ടോ, അത്രയും പെർഫെക്റ്റായിട്ട് ഇതിൻ്റെ ജ്യൂസ് കിട്ടും. പക്ഷേ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുമ്പോൾ നമ്മൾ സ്പൂണ് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സ്പൂണോ കയ്യോ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇത് നീര് കിട്ടുക. പക്ഷേ ഇത്രയ്ക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യൂല. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ എന്താ പറയുക, നമ്മൾ ഈ തരിതരിപ്പൊന്നും ഇല്ലാത്ത പുട്ടിൻ്റെതല്ലാത്ത അരിപ്പൊടി ഉണ്ടല്ലോ, എല്ലാം ഉണ്ടാക്കുന്ന അതാണ് വേണ്ടത് കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈര് അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് മുന്നേ ഒരു 2 കൊല്ലം മുന്നേ ഒരു ബീട്രൂട്ട് ബാത്തിങ് പൗഡറിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിക്ക് വൈറലാവുകയും ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിച്ച ഒരു അടിപൊളി ബാത്തിങ് പൗഡറായിരുന്നു. ഒരുപാട് പേര് എന്നോടത് എന്താ പറയുക ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുമെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അത്രയ്ക്കും അടിപൊളിയാണ്. നമ്മളെ മുഖം മാത്രമല്ല ശരീരം മുഴുവനും വെളുക്കാൻ സഹായിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്കിത് ദിവസവും വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ചിട്ട് ചെയ്താൽ മുഖം നല്ല റെഡിഷ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കിഡിലൻ ഫേസ് പാക്കാണ് കേട്ടോ ഇത്. ഇനി നിങ്ങൾക്കിത് ശരീരത്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഒരു ബാത്തിങ് പൗഡറും ഈ ഒരു ഫേസ് പാക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ബാത്തിങ് പൗഡർ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അത്യാവശ്യം ഒരു 10-15 ദിവസം സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു രീതിക്കാണ് ഞാൻ ബാത്തിങ് പൗഡർ തയ്യാറാക്കിയത്. പക്ഷേ ഇതൊരു ഇൻസ്റ്റൻറ്റ് ഫേസ് പാക്കാണ്. അതായത് അപ്പം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തേക്കുക, ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്നും യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങൾക്കിത് സ്റ്റോറേജ് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിലും ഫേസിലും ബോഡിയിലും എല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക. കുളിക്കുന്നതിൻ്റെ മുന്നേ ചെയ്യുകയാണെങ്കിൽ ബോഡിയിലും ഒരു 10 മിനിറ്റ് വെക്കുക. ഫേസിൽ വെക്കുന്ന സമയത്ത് അത്യാവശ്യം ഡ്രൈ ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഒരു 25-30 മിനിറ്റ് വെച്ചാലാണ് അത് ഡ്രൈ ആകുക. ഡ്രൈ ആയതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകി നോക്ക്, കിട്ടില്ല റിസൾട്ടായിരിക്കും കേട്ടോ. ഇനി ഈ ബീട്രൂട്ട് ജ്യൂസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റിൻ്റെ ജ്യൂസും എടുക്കാം. അപ്പോൾ അത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ ഒന്ന് ചെയ്യാന്നാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബീട്രൂട്ട് ബാത്തിങ് പൗഡറിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനതിൻ്റെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ഐ ടാഗ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോവും കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ ഐ ടാഗിൽ കൊടുത്തേക്കാം ആ ബീട്രൂട്ട് ബാത്തിങ് പൗഡറിൻ്റെ ആ ഒരു ലിങ്ക് കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിലുണ്ടാവും, അത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. താങ്ക്